അപ്പോൾ അതാ ഗൈസ് നമ്മളിതാ തിരിച്ചു വന്നിക്കുന്ന അവിടേക്ക് നമ്മൾ തിരിച്ചു വന്നു നമ്മളെ എപ്പിസോഡ് 4ലേക്ക്. അപ്പം നേരത്തെ നമ്മൾ നന്ദി ഹിൽസിലായിരുന്നില്ലേ, അപ്പം നമ്മൾ സിറ്റിയിലേക്ക് മാറിട്ടോ. നമ്മൾ ബന്നാർഘട്ടിയാണ് പോകുന്നത്. ബസ്സൊക്കെ വെച്ച് പോയാൽ 3 മണിക്കൂറൊക്കെ എടുക്കും. അത്രയ്ക്കും ദൂരമാണ് ഇവിടുന്നൊക്കെ. കാറ് പോയാൽ 1 മണിക്കൂറൊക്കെ എടുക്കും. ഒരു 62 കിലോമീറ്റർ അവിടുന്ന്. അപ്പോൾ അതാ ഗൈസ് നമ്മൾ അവിടെ എത്തി. അതാ അവിടെ ഒരു കഴുത അതാ അവിടെ അതുണ്ടായിരുന്നു. ഡോങ്കി അതാ അവിടെ ഉണ്ടായിരുന്നു. ഡോങ്കി അതാ. അപ്പം നമ്മൾ പോകുന്ന നമ്മളെ എയർഫോഴ്സിൻ്റെ സ്ഥലത്ത് കൂടിയാണ്. എയർഫോഴ്സിൻ്റെ സ്ഥലത്ത് കൂടെ എയർഫോഴ്സ് ആയിരുന്നു. അത് എയർഫോഴ്സ് ആയിരിക്കാൻ മതിയാവും. നമ്മുടെ ഭാരതീയ എയർഫോഴ്സിൻ്റെ ഞാൻ നോക്കട്ടോ. അപ്പം അതാ ഗൈസ് ഇത് എയർഫോഴ്സ് തന്നെയാണ്. അവിടേക്ക് എത്തി നോക്കിയാൽ അവിടെ ഒരു പ്ലെയിന് കാണാം. അത് നമ്മളെ ഈ മോഡൽസാണ്. നമ്മളെ മറ്റേ പ്ലെയിൻ മോഡൽസ് ഉണ്ടാവില്ല, അതാണ്. നല്ല രസമുണ്ടാവും ഇങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലത്തിലേക്കൊക്കെ. നല്ല രസമുണ്ടാവും. ഇതൊക്കെ കണ്ടാൽ നമ്മൾക്കറിയാം. ഇപ്പം നമ്മളിതാ ടണലിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ ടണലിൽ കൂടെ പോയി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ എത്താനായി. ഇവിടെ എത്തിയിട്ട് ശേഷം നമ്മൾക്ക് ബന്നാർഘട്ടയിൽ പോകാൻ നമ്മൾക്ക് എത്താനായി. ഒത്തിരി ദൂരമൊക്കെ ഉണ്ടാവും. 62 കിലോമീറ്ററാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ സാരമില്ല, 1 മണിക്കൂറൊക്കെ എത്തി. നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഇതൊക്കെ ഒരു 3 മണിക്കൂറൊക്കെ എടുക്കാൻ മതിയാവും. ഈ ബസ്സിലൊക്കെ പോകുമ്പോഴേ അപ്പം നമുക്കില്ലേ 3 മണിക്കൂറൊന്നുമല്ല. നന്ദി ഹിൽസിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇല്ലേ ഒരു എനിക്കറിയില്ല, ചിലപ്പോൾ ഒരു 70 കിലോമീറ്റർ. നമ്മൾ 30 കിലോമീറ്റർ പോയി. ഇനി നമ്മൾക്ക് ഒരു 100 കിലോമീറ്റർ പോകണം. അപ്പം നമ്മൾക്ക് 70 അല്ല, നമ്മൾക്ക് ഒരു 9 കിലോമീറ്റർ ഒറ്റം പോകേണ്ടി വരും. അല്ല, 90 കിലോമീറ്റർ പോകേണ്ടി വരും. 90 കിലോമീറ്റർ. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. കാറ് എന്തായാലും നിങ്ങൾ ബന്നാർഘട്ട പോവുകയാണെങ്കിലേ എന്തായാലും ബൈക്ക് എടുത്തോട്ടോ. കാരണം നമ്മൾ അതാണ് ഏറ്റവും നല്ല സ്പീഡ് പോവുക. ബൈക്കിലൊക്കെ പോയാൽ നമ്മൾ ഒരു മണിക്കൂറിലറ്റെത്തും. ഇത്ര വേഗം കളിക്കാം. പാട്ടിന് പറഞ്ഞ് വേഗം പോയിക്കാം.